അറിഞ്ഞില്ലേ? ബജറ്റ് ചർച്ചയിൽ നരേന്ദ്രമോദിയെ ഉന്നമിട്ട് കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി. മോദിയും അമിത്ഷായും ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുന്നുവെന്ന വിമർശനം. ഞങ്ങൾ അസ്വസ്ഥരാണ്. ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയുമടക്കം 6 പേരെന്നും ധനമന്ത്രിയുടെ ബജറ്റ് ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നവരെ സംരക്ഷിക്കാനെന്നും രാഹുൽ. സഭയിൽ ഇല്ലാത്തവരുടെ പേരുകൾ പരാമർശിക്കരുതെന്ന് ആവശ്യപ്പെട്ട് രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ സ്പീക്കർ രംഗത്തെത്തിയത് സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോരിനിടയാക്കി. നമുക്കൊരു അഭിമാനമുണ്ട്. അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും. പക്ഷേ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട്. तो आपने एक साइड पेपर लीक चक्रव्यूह, दूसरी साइड बेरोजगारी चक्रव्यूह. तो पेपर लीक के बारे में फाइनेंस मिनिस्टर ने बजट में एक शब्द नहीं कहा है. युवाओं के लिए पेपर लीक सबसे जरूरी मुद्दा है. उन्होंने एक शब्द नहीं कहा है पेपर लीक के बारे में. एक बार उन्होंने पेपर लीक नहीं कहा. പാർലമെന്റിൽ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഇന്ന് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ബിജെപിയെയും കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധിയെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ശേഷക്രിയ ചെയ്യാൻ വന്നവർക്കെല്ലാം കൂടെ കൂട്ടക്രിയ നടത്തുന്നവർ. ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് 6 പേരാണ്. ഈ 6 പേരിൽ മോദി, അമിത്ഷാ എന്നിവർക്ക് പുറമെ മോഹൻ ഭാഗവത്, അജിത് ഡോവൽ, അതോടൊപ്പം തന്നെ അദാനി, അംബാനി എന്നീ പേരുകൾ കൂടി രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു. ഇതിൽ പല ഘട്ടങ്ങളിലും സ്പീക്കർ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് സഭയ്ക്ക് അകത്തുള്ള ആളുകളുടെ പേരുകൾ മാത്രമാണ് പരാമർശിക്കാൻ കഴിയുള്ളൂ, പുറത്തുള്ള ആളുകളുടെ പേരുകൾ പരാമർശിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സ്പീക്കർ പല ഘട്ടങ്ങളിലും ഇടപെട്ടത്. ഇത് ഭരണ പ്രതിപക്ഷ വാദപ്രതിവാദങ്ങളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. പല ഘട്ടങ്ങളിലും വലിയ ബഹളം ഇന്നിപ്പോൾ സഭയിൽ ഉണ്ടായി. എന്താണെങ്കിലും യുവാക്കളെയും സ്ത്രീകളെയും സാധാരണക്കാരെയും ഒക്കെ ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അടക്കമുള്ള പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു തരത്തിലും ഗുണം യുവാക്കൾക്ക് ലഭിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതോടൊപ്പം തന്നെ ഈ GST അടക്കമുള്ള വിഷയങ്ങൾ കൊണ്ടുവന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് ഏറ്റവും അധികം തൊഴിൽ നൽകുന്നത് അത്തരം സംരംഭങ്ങളാണ്. ആ സംരംഭങ്ങളെ പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്തത്. ഇവർക്കും യാതൊന്നും ബജറ്റിൽ ഇല്ല. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. അതോടൊപ്പം തന്നെ കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം എന്ന അവരുടെ ആവശ്യം പോലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്ന വിമർശനം അടക്കം ഉയർത്തി. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും അദാനിയുടെയും അംബാനിയുടെയും പേരുകൾ പറഞ്ഞപ്പോൾ സ്പീക്കർ തടയാൻ ശ്രമിച്ചപ്പോൾ A1, A2 എന്നീ പരാമർശങ്ങൾ, എന്നീ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രതിപാദിക്കാൻ, അവരെ പരാമർശിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചതൊക്കെ വലിയ ബഹളത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ വീണ്ടും കാണുകയായിരുന്നു. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ലോകം നിങ്ങൾ മാത്രമോ? അതുമ്പോ തൊട്ട് കളിക്കാൻ ഒരു സമയം കൊടുത്താ അത് ഞങ്ങൾക്ക് മാനക്കേടാ.